ഇടുക്കി പഴയ മൂന്നാറിലെ CSI പള്ളിക്ക് സമീപത്തെ ദേശീയപാതയിലെ വിള്ളൽ കൂടുതൽ അപകടാവസ്ഥയിലാണെന്ന് സാങ്കേതിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതോടെ ദേശീയപാതയിലെ ഗതാഗത നിയന്ത്രണം 3 ദിവസം കൂടി തുടരും. പ്രദേശത്തെ മണ്ണും പാറക്കല്ലുകളും നീക്കം ചെയ്ത് സുരക്ഷാ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വെള്ളിയാഴ്ച റോഡ് ഗതാഗതത്തിനായി തുറക്കാനാകുമെന്ന് ദേവികുളം സബ് കളക്ടർ VM ആര്യ അറിയിച്ചു. പഴയ മൂന്നാറിലെ ദേശീയപാത വഴിയുള്ള ഗതാഗത നിയന്ത്രണം 3 ദിവസം കൂടി തുടരും. ദേവികുളം സബ് കളക്ടർ VM ആര്യയുടെ നേതൃത്വത്തിൽ ഹസാർഡ് അനലിസ്റ്റ് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദഗ്ധ സംഘം സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തി. പരിശോധനയ്ക്ക് പിന്നാലെ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയാണ് ദേശീയപാത താൽക്കാലികമായി അടച്ചിടാനുള്ള തീരുമാനം നീട്ടിയത്. ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ അടുത്ത 72 മണിക്കൂറിനുള്ളിൽ അപകട ഭീഷണി നിലനിൽക്കുന്ന ഭാഗത്തെ മണ്ണും പാറക്കല്ലുകളും നീക്കം ചെയ്യുകയും ചരിവ് സുരക്ഷിതമാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യും. പ്രവൃത്തികൾ നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയായാൽ വെള്ളിയാഴ്ച രാവിലെയോടെ ദേശീയപാത ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാനാകുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും ദേവികുളം സബ് കളക്ടർ VM ആര്യ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആൾക്കാരുടെ സുരക്ഷയെ കരുതി നമുക്ക് 3 ദിവസം കൂടെ ഇത്തരത്തിൽ ആ റോഡ് അടയ്ക്കുകയും അതോടൊപ്പം ഗതാഗത നിയന്ത്രണം നടത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. നമുക്ക് അവിടുത്തെ ഡബ്രീസ് ക്ലിയർ ചെയ്യാനും അതോടൊപ്പം ഒരു ചെറിയ രീതിയിലുള്ള സ്റ്റെബിലൈസേഷൻ ചെയ്യാനും 3 ദിവസമാണ് 72 മണിക്കൂറാണ് NHAI ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവരുടെ ആവശ്യപ്രകാരം 3 ദിവസത്തേക്ക് റോഡ് ക്ലോസ് ചെയ്തിരിക്കുന്നതാണ്. അവർ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച രാവിലെയോടുകൂടി റോഡ് തുറക്കാനാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അധികൃതരുടെ അനാസ്ഥയാണ് CSI പള്ളിക്ക് സമീപം ഇത്രയും വലിയ വിള്ളൽ രൂപപ്പെടാൻ കാരണമായതെന്ന് ദേവാലയ നേതൃത്വം ആരോപിച്ചു. இந்த சர்ச்சு கிட்டத்தட்ட 100 வருஷமா இருக்கு. இந்த வீடு கட்டி 10, 30, 40 வருஷம் இருக்கும். இதுவரைக்கும் ஒரு பிரச்சனை இல்லாமல் இருந்துச்சு. NH ரோட்டுக்கு மண்ணெடுத்த ப்ராப்ளம், மண்ணெடுத்ததுக்கு உடனே ரிவீட் பண்ணி கட்டியிருந்தாங்கன்னா இந்த ப்ராப்ளமே வந்திருக்காது. கிட்டத்தட்ட 1 மாதம் வேலை நடக்காம அப்படியே போட்டாங்க. எவ்வளோ சீக்கிரம் இதை சரி பண்ண முடியுமோ அவ்வளோ பண்ணி இதில் கலெக்டரோ இல்லை யார் இடப்படுறாங்களோ அவங்க இடப்பட்டு சீக்கிரமாக இது பண்ணி தரணும்னு கேட்டுக்கிறோம். ദേശീയപാതയിലെ ഗതാഗത നിയന്ത്രണം തുടരുന്നതോടെ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ദേശീയപാത അടച്ചതിനെ തുടർന്ന് വാഹനങ്ങൾ ബദൽ റോഡുകളിലൂടെ തിരിച്ചുവിടുന്നതിനാൽ മണിക്കൂറുകളോളം നീളുന്ന വാഹന നിരയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള അടിയന്തര സേവന വാഹനങ്ങളും ഈ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങുന്ന സാഹചര്യമുണ്ട്. രോഗികളും മറ്റ് അത്യാവശ്യ ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുന്നവരെയും ഇത് ഗുരുതരമായി ബാധിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിയാണ് ദേശീയപാതയിലെ ഗതാഗത നിയന്ത്രണം 3 ദിവസം കൂടി തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. സുരക്ഷാ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വെള്ളിയാഴ്ച ദേശീയപാത വീണ്ടും ഗതാഗതത്തിനായി തുറന്നു നൽകും. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. അമ്മയുടെ സ്നേഹം, പ്രകൃതിയുടെ നന്മയും നമ്മുടെ കുരുന്നുകളുടെ വളർച്ചയ്ക്കായി അസൽ ഏത്തയ്ക്ക പൊടിയുടെ കരുത്തുമായി ഡോക്ടർ ഫുഡിന്റെ ന്യൂട്രി ബനാന പൗഡർ. തലമുറകളുടെ കരുത്തിന് ഡോക്ടർ ഫുഡ് ന്യൂട്രി.